19/2/2026 പ്രപഞ്ചരാജാവിൻ്റെ കൽപ്പനയിൽ വിളയിൽ അനിലിൻ്റെ സന്ദേശം അറിവിൻ്റെ നിഴൽ കേന്ദ്ര സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും ന്യായാധിപൻ്റെയും ശ്രദ്ധയ്ക്ക്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാരിയായ ബിന്ദു സുന്ദർ സസ്പെൻഷൻ ആക്കിക്കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല. ഇവർക്കുള്ള ശിക്ഷ വിളയിൽ അനിൽ എന്ന ഞാൻ വിധിക്കുന്നു. ഈ സന്ദേശം ഇപ്രകാരമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഉദാഹരണം 2026/2/15 കുഞ്ഞ് ജനിച്ചു എന്നിരിക്കട്ടെ. അതായത് 2026 ആണ്ട് മുതൽ, ജനിക്കുന്ന ആണ്ട് മുതൽ 75, 85, 90 വയസ്സ് വരെ അതിൻ്റെ ആയുസ് ഉണ്ടായിരിക്കുമായിരുന്നു. എന്നാൽ ആ കുഞ്ഞിനെ ബിന്ദു എന്ന രാക്ഷസി കൊന്നു. രക്ഷകർത്താവിൻ്റെ പക്കൽ നിന്നും കൈക്കൂലിയും വാങ്ങി. ഇനി ഇവർക്ക് തുടർന്ന് മുന്നോട്ട് ഒരു ആശുപത്രിയിലും പ്രവേശിച്ച് ഡോക്ടറായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രൈവറ്റ് ജോലി ആയിട്ടോ കൊടുക്കാൻ പാടില്ല. മരിച്ച കുഞ്ഞ് 2026 ആണ്ട് മുതൽ മേൽപ്പറഞ്ഞ ആണ്ട് വരെ ജീവിച്ചിരിക്കുന്ന കുട്ടിക്ക് നഷ്ടപരിഹാരം ഡോക്ടർ ബിന്ദു സുന്ദറിൻ്റെ ആസ്തിയിൽ നിന്നും കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിയിൽ നിന്നും രക്ഷകർത്താവിൻ്റെ കയ്യിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ രാഷ്ട്രീയ ഉന്നതക്കാരുടെ പക്കൽ നിന്നോ നഷ്ടപരിഹാരം കണ്ടെത്താൻ പാടുള്ളതല്ല. ഇപ്രകാരം നാം എടുത്ത് മുന്നോട്ട് പോയാൽ ഒരു ആൾ പോലും, കുഞ്ഞു കുട്ടികൾ മുതൽ ബാലപീഡനം വരെ നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. മേൽപ്പറഞ്ഞിട്ടുള്ള സന്ദേശത്തിൽ ഇപ്രകാരം വാമൊഴി അരുളുന്നു. ഇന്ന് ജനിക്കുന്ന കുഞ്ഞു മുതൽ ബാലന്മാരുൾപ്പെടെയുള്ള മുതിർന്നവർ വരെ മനുഷ്യാവകാശ കമ്മീഷണർ മുമ്പാകെയും ജഡ്ജിമാരുൾപ്പെടെയുള്ള അവർ ഈ കേസ് ഏറ്റെടുക്കാവുന്നതാണ്. അല്ലാതെ പോലീസിൻ്റെ അടുത്ത് കേസ് കൊടുക്കാൻ പാടില്ല. നിയമത്തിൻ്റെ ചട്ടം മനുഷ്യാവകാശ കമ്മീഷണറാണ്. കമ്മീഷണർ ആണ് കേസ് ജഡ്ജിയെ ബോധിപ്പിക്കേണ്ടത്. മേൽപ്പറഞ്ഞിട്ടുള്ള ആസ്തിയിൽ നിന്നും 50 ലക്ഷം കുഞ്ഞിനെ കൊന്നതിൻ്റെ പേരിൽ കോടതിയിൽ അടയ്ക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം താങ്കൾ 10 വർഷം കഠിന തടവും 5 ലക്ഷം രൂപ കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ്. സർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, താലൂക്ക് എന്നീ ആശുപത്രിയിൽ ഡോക്ടർമാർ ഡെയിലി ശമ്പളം വാങ്ങുന്ന ജീവനക്കാരെ ഒരുപാട് കഷ്ടപ്പെടുത്തി ജോലി ചെയ്യിക്കുന്നു. ഡോക്ടർമാരോ AC റൂമിൽ ഇരുന്ന് സുഖിക്കുന്നു. ഡോക്ടർമാരുടെ ശമ്പളം ലക്ഷങ്ങളാണ്. ഈ ശമ്പളം പോരാതെയാണ് കൈക്കൂലി വാങ്ങുന്നത്. ഈ ഡോക്ടർമാർ സുഖിച്ച് AC-യിലിരുന്ന് ഫോൺ വിളിച്ചും കൈക്കൂലികൾ വാങ്ങുന്നു. ഡെയിലി ശമ്പളം വാങ്ങുന്നവർ മാട് ചെയ്യും പോലെ പണിയെടുക്കുന്നു. എന്നാൽ ഇവരുടെ ശമ്പളം 20 അല്ലെങ്കിൽ 30 ആണ് ഇവരുടെ ശമ്പളം. ഈ ശമ്പളം വാങ്ങിയിട്ട് ഡോക്ടർമാരിൽ നിന്നും വഴക്കും കിട്ടും. ഈ ഡോക്ടർമാർ തന്നെ ഇല്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി ഡെയിലി ശമ്പളം വാങ്ങുന്നവരെ കുറ്റപ്പെടുത്തുന്നു. നേഴ്സുമാരും അത്ര മോശക്കാരല്ല. മേൽപ്പടി പറഞ്ഞിട്ടുള്ള അതിനും ഒരു നടപടി
കൊണ്ടുവരണം എന്ന് പ്രപഞ്ച സൃഷ്ടികർത്താവിൻ്റെ നാമത്തിൽ വിളയിൽ അനിലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും 1000 നന്ദി, നമസ്കാരം.